വേണ്ടി നമ്മൾ ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളൊരു വിദ്യാഭ്യാസ വർഷം ആരംഭിക്കാൻ പോവുകയാണ്. ഈ വിദ്യാഭ്യാസ വർഷം അങ്ങയുടെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, അങ്ങയുടെ വിവേകം കൊണ്ട് ഞങ്ങളെ നടത്തണമേ, അങ്ങയുടെ കരുത്ത് പകർന്നു തന്ന് ഞങ്ങളെ വഴി നടത്തുകയും പഠിപ്പിക്കുകയും ജ്ഞാനത്താൽ മുദ്രിതമാക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ദൈവ പരിശുദ്ധാത്മാവേ, ഈ സമയം വചനം കേട്ട് വചനത്തിൽ പൂരിതരായി പുതിയൊരു വർഷം ആരംഭിക്കുവാനും വചനത്തിന്റെ ചൈതന്യത്തിൽ ജീവിക്കുവാനും ഞങ്ങളെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. ആത്മാവാൻ ദൈവത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് നമ്മളൊരു 4 ലൈൻ പരിശുദ്ധാത്മാവിന്റെ പാട്ടുപാടി പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുവാൻ അവന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ വെച്ചു കൊടുക്കാം. ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, എനിക്ക് ജ്ഞാന ചൈതന്യം ലഭിച്ചു. നമുക്ക് ഇന്ന് ലഭിക്കേണ്ടത് ഇതാ ജ്ഞാന ചൈതന്യമാണ്. എൻ്റെ ബുദ്ധിയിൽ ദൈവം ജ്ഞാനം നിറയ്ക്കണം, എൻ്റെ ചിന്തകളിൽ ദൈവം അറിവ് നിറയ്ക്കണം, എൻ്റെ പദ്ധതികളിൽ ദൈവം തൻ്റെ അഭിഷേകം ചൊരിയണം. അങ്ങനെ ജ്ഞാനത്താ പൂരിതരായി വിവേകമുള്ള വിജ്ഞാനമുള്ള അറിവുള്ള വ്യക്തികളായി നമ്മൾ രൂപാന്തരപ്പെടണം. എൻ്റെ കർത്താവേ, ആത്മാവിനെ നിറച്ച് വിവേകമുള്ള ബുദ്ധിയുള്ള ജ്ഞാനമുള്ള അറിവുള്ള മകനായി മകളായി എന്നെ വളർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പഠിക്കേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ഉയർത്തിയടിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തി നമ്മളിലേക്ക് വന്നു നിറയുവാൻ ആഗ്രഹിച്ച് മക്കളെ കരമുയർത്തിയടിച്ച് ദൈവശക്തി ഇറങ്ങി വരുവാൻ ആഗ്രഹിച്ച് കരമുയർത്തി ശക്തിയോടെ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ, അധിക ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ, അധിക ബലം തരണേ. കരമുയർത്തി. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ജ്ഞാനത്തിന്റെ ആത്മാവേ, അഭിഷേകമായി ഞങ്ങളിലേക്ക് വരണമേ. ബുദ്ധിയുടെ ആത്മാവേ, ഞങ്ങളിലേക്ക് വന്ന് പ്രകാശിക്കണമേ. ഞങ്ങൾ പഠിക്കാൻ പോകുന്ന ഓരോ വിഷയങ്ങളെയും പരിശുദ്ധാത്മാവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ സമയം ഞങ്ങൾ സമർപ്പിക്കുന്നു. ആത്മാവിന്റെ ശക്തി ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളുടെ ഓരോ വിഷയങ്ങളും ഞങ്ങൾക്ക് എളുപ്പമാക്കി മാറ്റണമേ. ഈ വിദ്യാഭ്യാസ വർഷം പരിശുദ്ധാത്മാവേ, നിന്റെ ജ്ഞാനത്താല് നിന്റെ അഭിഷേകത്താല് നിന്റെ കൃപാവരങ്ങൾ കൊണ്ട് പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ട് ഞങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ
ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവേ ബുദ്ധിമണ്ഡലത്തിലേക്ക് വരണമേ. ആത്മാവേ ജ്ഞാനമണ്ഡലത്തിലേക്ക് വരണമേ. ആത്മാവേ ഞങ്ങളുടെ മനസ്സിന്റെ മണ്ഡലങ്ങളിലേക്ക് വരണമേ. ആത്മാവേ ഞങ്ങളുടെ ശരീരം മുഴുവൻ കത്തി പടർന്നു നിന്ന് ഈ ഒരു വർഷം ഞങ്ങളെ കാത്ത് പരിപാലിച്ച് സംരക്ഷിച്ച് വഴി നടത്തി വിജയത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ. കരമടിച്ച് കൃപകളും വരങ്ങളും ലഭിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ലഭിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. ധീരതയോടെ നീ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടെ നീ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. 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 ഹല്ലേലൂയ 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 കരമുയർത്തി നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഈശോ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈ പ്രഭാതത്തിൽ ഒന്ന് ചേർന്ന് ഞങ്ങളിലേക്ക് ആത്മാവിനെ വട്ടിച്ച് പുതിയൊരു വർഷം ആരംഭിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന ദൈവമേ നിന്നെ ആരാധിക്കുന്നു. യേശുവേ നിന്നെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ നിനക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ മക്കളിലേക്ക് അങ്ങയുടെ ജ്ഞാനം ഒഴുകട്ടെ. കർത്താവേ മക്കളിലേക്ക് അങ്ങയുടെ കൃപാവരങ്ങൾ ഒഴുകട്ടെ. കർത്താവേ മക്കളിലേക്ക് അങ്ങയുടെ ചൈതന്യം ഒഴുകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ ബുദ്ധിമണ്ഡലത്തിലേക്ക് ആത്മാവ് പ്രവർത്തിക്കട്ടെ. പഠിക്കാനുള്ള മടി യേശുവേ നീ ഇന്ന് എടുത്തു കളയണമേ. കർത്താവേ പലതും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. പലതും ഞങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കുന്നില്ല. എത്ര പഠിച്ചിട്ടും ഞങ്ങളുടെ തലയ്ക്കകത്തേക്ക് ഒന്നും കയറുന്നില്ല. ദൈവമേ ഇങ്ങനെ പരവേശപ്പെട്ട് നിൽക്കുന്ന സകല മക്കളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക് നിന്റെ ചൈതന്യത്തെ ഒഴുക്കി അവരെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. അവരുടെ ബുദ്ധിമണ്ഡലത്തിലേക്ക് കൃപാവരങ്ങൾ വട്ടിച്ച് സകലതും ഓർക്കുവാനുള്ള കൃപ തരണമേ. പഠിക്കാനുള്ള തീഷ്ണത നൽകണമേ. എത്ര പഠിച്ചാലും മതിവരാതെ കൊതിയോടെ ദാഹത്തോടെ പഠിക്കുവാനുള്ള വലിയ വരം ഇവർക്ക് ആത്മാവെ നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിരിക്കാം. നമ്മള് വചനത്തിന് ഒരു കാര്യം കാണുന്നുണ്ട്. 1 യോഹന്നാന്റെ 2:27. ക്രിസ്തുവിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ച അഭിഷേകം ഞങ്ങളിൽ നിലനിൽക്കുന്നു. അതിനാൽ മറ്റാരും ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങളെ പഠിപ്പിക്കും. പ്രിയപ്പെട്ട മക്കളെ, ഇതാ നമ്മൾ ഒരു വിദ്യാഭ്യാസ വർഷം ആരംഭിക്കാൻ പോകുമ്പോൾ ദൈവത്തിന്റെ വചനം പറയാണ്, നമുക്ക് ഗുരുഭൂതർ നമ്മളെ പഠിപ്പിക്കും. നമ്മുടെ ക്ലാസ്സിൽ ഓരോ അധ്യാപകരും വന്ന് നമ്മളെ പഠിപ്പിക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായി നിനക്ക് ക്രിസ്തുവിന്റെ അഭിഷേകം വേണം, ഈശോയുടെ അഭിഷേകം വേണം. ഈശോയുടെ അഭിഷേകം ഉണ്ടെങ്കിൽ ഇതാ തിരുവചനത്തില് അവർ പറയുന്ന ഇപ്രകാരമാ, അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കും. അപ്പൊ ബുദ്ധി കുറഞ്ഞവരെന്ത് ചെയ്യണം? ഓർമ്മയില്ലാത്തവരെന്ത് ചെയ്യണം? പഠിച്ചിട്ട് എന്ത് ചെയ്താൽ തലയ്ക്കകത്ത് കയറാത്തവരെന്ത് ചെയ്യണം? മനസ്സിലാകാത്തവരെന്ത് ചെയ്യണം? മടിയുള്ളവരെന്ത് ചെയ്യണം? പറ, എന്ത് ചെയ്യണം? മിണ്ടൂല. ഇനി മൊത്തം ഊമ പിശാച. പറ പിശാചുക്കളെ. അങ്ങനെ പറയട്ടെ? വേണ്ട, നിങ്ങളെ പിശാചുക്കളെ എന്ന് വിളിക്കാൻ ഇഷ്ടമില്ലോ. ഈശോയുടെ പൊന്നു മക്കളല്ലേ.
ഈശോയുടെ സുന്ദരക്കുട്ടന്മാരും സുന്ദരക്കുട്ടികളും അല്ലേ? കാരണം ഈശോയുടെ സുന്ദരക്കുട്ടന്മാരും സുന്ദരക്കുട്ടികളും എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ പറഞ്ഞോളൂ, എന്താ പറഞ്ഞേ? നമുക്ക് വേണ്ടുന്ന എന്താന്നാ പറഞ്ഞത്? ക്രിസ്തുവിന്റെ അഭിഷേകം, ക്രിസ്തുവിന്റെ ജ്ഞാനം. ക്രിസ്തുവിന്റെ അഭിഷേകവും ക്രിസ്തുവിന്റെ ജ്ഞാനവും നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നും വേണ്ട. അത് നമ്മളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമുക്കൊരു കുറവുണ്ടെങ്കിൽ, നമുക്കല്പം മടിയുണ്ടെങ്കിൽ, മടിയന്മാരാണല്ലോ, മടിയാ ഇവിടെ മടിയന്മാരാണല്ലോ. അപ്പൊ നമുക്ക് മടിയുണ്ടെങ്കിൽ, നമുക്കൊരു ഓർമ്മക്കുറവുണ്ടെങ്കിൽ, എത്ര വായിച്ചിട്ടും തലയ്ക്കകത്തിരിക്കുന്നില്ല എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? അപ്പോ തന്നെ എന്ത് ചെയ്യണം? ഈശോയെ വിളിക്കണം, മറ്റൊന്നും ചെയ്യണ്ട. അപ്പോ തന്നെ ഈശോയെ വിളിക്കണം. എന്റെ ഈശോയെ എന്ന് വിളിക്കുക. എന്റെ ഈശോയെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എന്റെ ഈശോയെ എന്റെ തലക്കകത്ത് ഒന്നും ഇരിക്കുന്നില്ല, എന്റെ ഈശോയെ എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല, എന്റെ ഈശോയെ എനിക്കാണ് മൊത്തം മടിയാ തമ്പുരാൻ എന്ന് പറഞ്ഞെങ്കിൽ ഇരുന്ന് കൊടുത്താൽ മതി. ഈശോയെ ഈശോയെ എന്നൊരു 10 പ്രാവശ്യം വിളിക്കുമ്പോഴത്തേക്ക് മടിയുടെ പിശാച് എങ്ങോട്ട് പോകൂടാ? മടിയുടെ പിശാച് അങ്ങോട്ട് പോകില്ല, അവിടെ തന്നെ ഇരിക്കുന്നതാണ് പറഞ്ഞ് വിചാരിച്ചു. മടിയുടെ പിശാച് നമ്മളെ വിട്ട് ദൂരെ പോകും. ഇങ്ങനെ ഈശോ ഈശോ എന്ന് 10 പ്രാവശ്യം വിളിച്ചിട്ട് പഠിക്കാനിരുന്നാൽ ഓർമ്മയില്ല എന്ന് പറഞ്ഞ കൊച്ചെന്ത് ചെയ്യും? സന്തോഷിക്കും. എന്തിനാ സന്തോഷിക്കുന്നേ? പിന്നീട് നോക്കുമ്പോ എല്ലാം ഓർക്കാൻ പറ്റുന്നു. അപ്പൊ നമുക്ക് എന്തു കാര്യമാണോ നമുക്ക് പ്രശ്നബാധിയായിട്ട് നിൽക്കുന്നത്, ആ പ്രശ്നത്തെ മുന്നിലേക്ക് വെച്ചിട്ട് ഈശോയെ എന്ന് വിളിക്കുക. ആവർത്തിച്ച് ഈശോയെ എന്ന് വിളിക്കുമ്പോൾ ഈശോയുടെ ജ്ഞാനാഭിഷേകം നമ്മളിലേക്ക് വന്നു നിറയുകയും നമ്മൾ ദൈവത്തിന്റെ കരുത്തു സ്വീകരിച്ച മക്കളായി തീരുകയും. അപ്പൊ നമുക്കുള്ള കുറവ്, ദൈവത്തിന്റെ കരുത്തു സ്വീകരിക്കാതെ നമ്മളൊരു അധ്യയന വർഷം തുടങ്ങി ഈ ലോകത്തിന്റെ സയൻസ് പഠിക്കാന്ന് വിചാരിച്ച, ലോകത്തിന്റെ കണക്ക് പഠിക്കാന്ന് വിചാരിച്ച, ലോകത്തിന്റെ ലാംഗ്വേജ് ഒക്കെ പഠിക്കാന്ന് വിചാരിച്ച നടക്കുവോ? നടക്കില്ല. നടന്നാലും അതങ്ങ് എത്താനും പോകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കരുത്ത് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പഠിക്കാനായിട്ട് ഇറങ്ങുക. ദൈവത്തിന്റെ കരുത്ത് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജ്ഞാനത്തെ പരിപോഷിപ്പിക്കുക. പ്രിയപ്പെട്ടവരെങ്ങനെ ദൈവത്തിന്റെ കരുത്ത് സ്വീകരിച്ച് ജ്ഞാനത്തെ പരിപോഷിപ്പിച്ചാൽ നമ്മൾ എങ്ങനെ തകർന്നവരായാലും ദൈവം നമ്മളെ പിടിച്ചു തരും. ഞാൻ ഒരു വ്യക്തിയെ കുറിച്ച് പറയാം. ആ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു 40 വർഷമായി ബഹിരാകാശ രംഗത്ത് സ്പേസ് റിസർച്ചിൽ വർക്ക് ചെയ്യുകയും നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും അഭിമാനകരമായ മംഗളയാൻ ഉപഗ്രഹത്തിന്റെ ആ ഒരു നിർമ്മാണ പ്രക്രിയയിലും അത് വിക്ഷേപിക്കുന്ന സമയത്തുമൊക്കെ കരുത്തായി കൂടെ നിന്ന ഒരു വ്യക്തിയാണ്. ഇവരുടെ പേര് രാധാംബിക എന്നാണ്. രാധാംബിക എന്ന് പറയുന്ന ഈ കൊച്ച് ഇപ്പൊ വലിയ പ്രായമായി നിൽക്കുന്ന ആളാണ്. ഇപ്പോഴും 40ഓളം ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് മേഖലയിൽ നിന്ന് വിക്ഷേപണം ചെയ്ത ഉപഗ്രഹങ്ങളുടെ പിന്നാമ്പുറത്തെല്ലാം അവരുടെ കരുത്തുറ്റ കരമുണ്ട്. അവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഞാനത് പറയാൻ കാരണം, അവരുടെ പ്രത്യേകത പോളിയോ ബാധിച്ച് 2 കാല് അരയ്ക്ക് താഴേക്ക് കംപ്ലീറ്റ് തളർന്നു പോയ ഒരു കൊച്ചായിരുന്നു. പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴേക്ക് കംപ്ലീറ്റ് തളർന്നു പോയി. ഇവിടെ കൊണ്ട് ഒന്നിനും കൊള്ളാതിരുന്ന ഒരു കൊച്ച്, 2 വയസ്സ് മുതൽ ഒരു വീട്ടിനകത്ത് ഇങ്ങനെ ഒരു മുറിക്കകത്ത് ഇരിപ്പായി പോയ ഒരു കൊച്ച്, 2 വയസ്സ് മുതൽ ഇവിടെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് വിധിയെഴുതി പലരും അവളെ പുറന്തള്ളി പരലോകം കാണിക്കാതെ വീട്ടിനകത്ത് ഇരുത്തിയ കൊച്ച്, പഠിക്കാൻ ഒരു നിർവാഹമില്ലാതിരുന്ന കൊച്ച്, എങ്ങോട്ട് പോകാൻ നിർവാഹമില്ലാതിരുന്ന കൊച്ച്, ആരുടെ ഒരു കൈത്താങ്ങൽ ലഭിക്കാതിരുന്ന ഒരു കൊച്ച്. അങ്ങനെ ആ കൊച്ച് ഇരുട്ടുമുറികളിൽ അവരുടെ നല്ല കാലം ചെലവഴിച്ചു എന്നാണ് അവർ ഈ രാധാംബികയുടെ ജീവചരിത്രത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇരുട്ടുമുറികളിൽ സങ്കോചത്തോടെ എല്ലാവരും തള്ളിപ്പറഞ്ഞ്, എല്ലാവരും ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് എല്ലാവരും എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ കൂടെ കൂട്ടാതെ ഒറ്റപ്പെടുത്തി ഒരിടത്തും തന്നെ ഇരുത്തിയിട്ട് വീട്ടുകാർ പോകുമ്പോ, മാതാപിതാക്കന്മാർ പോകുമ്പോ, സഹോദരങ്ങൾ പോകുമ്പോ കണ്ണുനീര് കരഞ്ഞ് കിടന്ന ഒരു കുഞ്ഞ്. ഈ കുഞ്ഞ് അല്പം വളർന്നൊരു 10-15 വയസ്സായപ്പോഴത്തേക്കും അവക്കൊരു വാശി കയറി. ആ വാശി ഇതാണ്: ഞാനിങ്ങനെ ഇരിക്കില്ല, എനിക്കിവിടുന്ന് ഉയരണം, എനിക്കിവിടുന്ന് ഉയർന്ന് ജ്ഞാനം നേടണം, അറിവ് നേടി. ഒന്ന് കൈ പൊക്കിക്കുക. വാച്ചുള്ള ആ വാച്ച് കെട്ടിയ കൈയെല്ലാം പോകട്ടെ. പിള്ളേരുടെ മൊബൈൽ ഞാൻ ചോദിച്ചില്ല, വാച്ചല്ലേ ചോദിച്ചോളൂ. എല്ലാവരുടെ കയ്യിൽ വാച്ചുണ്ട്. വെരി ഗുഡ്. ഇത് എന്തിനാ കെട്ടിയേക്കുന്നത്? സമയം നോക്കട്ടെ, എന്നാ കാണിക്കാനാ? പറ. ഒന്നും കാണിക്കാനില്ല. ഇനി വാച്ച് കിട്ടിയ എല്ലാവരോടും ഞാൻ ചോദിക്കാം, നിങ്ങൾ എന്തിനാ കയ്യെ വാച്ച് കിട്ടിയേക്കുന്നത്? നിങ്ങൾ പറയും സമയം നോക്കിയിട്ട് എന്ത് കാണിക്കാനോന്ന് ചോദിച്ചപ്പോ ആ കൊച്ചു മിണ്ടുന്നില്ല, നിങ്ങളും മിണ്ടില്ല. പ്രത്യേകിച്ച് നമുക്കൊന്നും കാണിക്കാനില്ല, എങ്കിലും കയ്യിൽ ഒരു വാച്ചുണ്ട് അല്ലേ?
ഒരു മനസ്സമാധാനം ഇരിക്കട്ടെ. ഇനി നിങ്ങളുടെ സ്വഭാവം നന്നാക്കാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വാച്ചിലേക്ക് നോക്കിയാൽ മതി. സ്വഭാവം നന്നാകാൻ വാച്ചിലേക്ക് നോക്കുമ്പോൾ വാച്ച് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും. വാച്ച് എന്ന് പറയുന്നതിന്റെ ആദ്യത്തെ അക്ഷരം എന്നാ? അവർക്ക് പറ, ആദ്യത്തെ അക്ഷരം എന്നാ? യു. ഡബ്ല്യു നമ്മളോട് ഒരു കാര്യം പറയും. മോനെ, കയ്യെ കെട്ടിയേക്കുന്നോളെ, നിന്റെ വാക്ക് നീ നന്നായിട്ട് പരിശോധിക്കുക. നീ പറയുന്ന ഓരോ വാക്ക് നീ നന്നായിട്ട് പരിശോധിക്കുക. അപ്പൊ വാച്ച് എന്തിനാ കയ്യെ കെട്ടിയേക്കുന്നേ? സമയം നോക്കാനല്ല. അതിനേക്കാൾ അപ്പുറത്ത് വാച്ച് നമ്മളോട് പറയും, അതിന്റെ ഡബ്ല്യു നമ്മളോട് പറയും, മോനെ, മോളെ, നിന്റെ കൈ ഞാൻ കിടപ്പുണ്ട്. അതുകൊണ്ട് എന്റെ ആദ്യത്തെ അക്ഷരം നിന്നോട് പറയുന്നത് ഇതാ, നിന്റെ വാക്ക് നാവിൽ നിന്ന് നല്ലതേ വരാവൂ. അതുകൊണ്ട് നാക്ക് പരിശോധിക്കുക, വാക്ക് പരിശോധിക്കുക. തിരിയുടെ വാക്ക്, കുറ്റപ്പെടുത്തേണ്ട വാക്ക്, തള്ളിപ്പറയുന്നതിന്റെ വാക്ക്, ഇങ്ങനെ മോശവും കെട്ടതുമായി സംസാരിക്കുന്ന വാക്ക് നിനക്ക് ചേർന്നതല്ല എന്ന് വാച്ച് പഠിപ്പിക്കുക. അതുകൊണ്ട് ആ വാച്ചിന്റെ ഡബ്ല്യു മനസ്സിലുണ്ടാകണം. ആ വാച്ച് എന്നെ പഠിപ്പിക്കുന്നത് നിന്റെ വ്യക്തിത്വം നന്നാകാൻ നിന്റെ വാക്കുകൾ നന്നായിരിക്കണം. മക്കളെ, അപ്പനമ്മമാരെ തെറിവിളിക്കുന്നവരെ, അപ്പനമ്മമാരെ കുറ്റപ്പെടുത്തുന്നവരെ, അപ്പനമ്മമാർക്കെതിരെ പിറുവിറുക്കുന്നവരെ അറിയുക, നിന്റെ വാക്ക് നന്നായാലേ നിന്റെ സ്വഭാവം നന്നാകും. അതുകൊണ്ട് വാക്ക് നന്നാക്കാൻ നോക്കാൻ കയ്യെ കിടക്കുന്ന വാച്ച് കൊഞ്ഞനെ കുത്തി നിന്നോട് പറയും, മെനകെട്ട സാധനം, നിന്റെ കയ്യെ കിടക്കാൻ എനിക്ക് യോഗ്യതയില്ലെന്ന് ചില സമയത്ത് വാച്ച് പറയും. നിങ്ങളുടെ സ്വഭാവം മാറുമ്പോൾ, നിങ്ങളുടെ രീതികൾ മാറുമ്പോൾ, സംസാരത്തിന്റെ ടോൺ മാറുമ്പോൾ, സംസാരത്തിന്റെ രീതികളിലെ തെറിയും പടയും കേൾക്കുമ്പോ ആ വാച്ച് നിന്റെ കയ്യെ കിടന്ന് നിന്നെ നോക്കി കൊഞ്ഞനം കുത്തിയിട്ട് പറയും, മെനകെട്ടവനെ എന്നെ അഴിച്ചു കളയടാന്ന്. വേണോ? അഴിച്ചു കളയണോ? ഇല്ലെങ്കിൽ വേണ്ടേ? സ്വഭാവത്തിന്റെ ആദ്യത്തെ കാര്യം വാച്ചിന്റെ ഡബ്ല്യു നന്നാക്കിക്കോണം. ഇനി രണ്ടാമത്തെ അക്ഷരം എന്നാണ്? എ എന്ന് പറഞ്ഞാൽ വാച്ച് നമ്മളെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ആക്ഷൻ, നമ്മുടെ പ്രവൃത്തി. നിന്റെ വാക്ക് നന്നാക്കിയിട്ട് നീ നിന്റെ പ്രവൃത്തി നന്നാക്കുക. നിന്റെ വാക്ക് എങ്ങനെയോ അങ്ങനെ ആയിരിക്കും പ്രവൃത്തി. അതുകൊണ്ട് ഒരു വാച്ച് കയ്യാ കിടക്കുന്ന കൊച്ച് ഇങ്ങനെ ചിന്തിച്ചോണം, എന്റെ വാക്കും എന്റെ പ്രവൃത്തിയും നന്നായാൽ എന്റെ സ്വഭാവം നന്നാവും. എന്റെ വാക്കും എന്റെ പ്രവൃത്തിയും നന്നാകുന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം നന്നാവുകയില്ല. വാക്കിനനുസരിച്ച് പ്രവൃത്തിയെ വിശുദ്ധവും നന്മയുള്ളതുമാക്കി തീർത്തിട്ട് നീ പഠിക്കുക, നിന്റെ പഠനം ശരിയാവും. ഇനി അടുത്ത അക്ഷരം എന്നാ? ഡബ്ല്യു. എ വരെയായി. അടുത്ത അക്ഷരം വാച്ചിന്റെ. പലർക്കും പല അക്ഷരം. അപ്പൊ നിങ്ങളുടെയൊക്കെ വാച്ച് ഒരു നിങ്ങളോ സ്പെല്ലിംഗ് തെറ്റിയതാ. അതുകൊണ്ട് വാച്ചിനെ നിങ്ങൾ സ്പെല്ലിംഗ് തെറ്റിക്കാന്നോ? ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയുന്നത് തോട്ട്, ചിന്തകൾ. ഇനി നിന്റെ വാക്ക് ശരിയാക്കി, നിന്റെ പ്രവൃത്തി ശരിയാക്കി. ഇനി അടുത്തത് ഒരു വിദ്യാർത്ഥി ശരിയാക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ച് വാച്ച് ഓർമ്മിപ്പിക്കുന്നത് ഇതാ, നീ നിന്റെ ചിന്തകളെ നന്മയുള്ളതാക്കി മാറ്റുക. നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം ചിന്തയാണല്ലോ. പഠിക്കാതിരുന്ന ആദ്യം കയറി വരുന്ന സാധനം എന്താണ്? ചിന്തകളാണ്. പ്രാർത്ഥിക്കാനിരുന്ന കയറി വരുന്ന സാധനം എന്താണ്? ചിന്തകളാണ്. പള്ളിയിലേക്ക് വന്നാലോ കയറി വരുന്ന സാധനം എന്താണ്? ചിന്തകളാണ്. ഇങ്ങനെ ചിന്തകൾ കാരണം പഠിക്കാൻ പറ്റുന്നില്ല, ചിന്തകൾ കാരണം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ചിന്തകൾ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് മാത്രം ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എന്നാന്നറിയില്ല. ഈ ചിന്തകൾ കാരണം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വരുന്നവർ ഇഷ്ടം വരും. തല കൈവച്ചക്ക, തല കൈവച്ച പ്രാർത്ഥിക്കച്ച. ചിന്തകൾ കാരണം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അച്ഛാ എന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചേ, എനിക്ക് ഇരുന്നിട്ട് പഠിക്കാൻ പറ്റത്തില്ല, പഠിക്കാനിരുന്നാണ് അതും ഇതും ചിന്തകളെ തലയ്ക്കാത്ത പ്രാർത്ഥിച്ചു. പക്ഷേ ചിന്തകൾ കയറിയിട്ട് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യനും കണ്ടില്ല. ആകെപ്പാടെ കാണുന്നത്, ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അല്ല മാനസിക രോഗികളാണ് അവർ ചിലപ്പോൾ പറയാറുണ്ട്, വേറെ നോർമലായിട്ട് ആരും പറയാറുണ്ട്. പക്ഷെ ചിന്തകൾ നിന്നെ ഏറ്റവും മോശമുള്ള വ്യക്തികളാക്കി മാറ്റാം. അതുകൊണ്ട് നിന്റെ സ്വഭാവം, ഒരു ഗുഡ് പേഴ്സണാലിറ്റി നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യേണ്ടത് നിന്റെ ചിന്തകളെ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുക. വാക്കുകൾക്കനുസരിച്ച്, പ്രവർത്തികൾക്കനുസരിച്ച് നന്മയുള്ള ചിന്തകൾ കൊണ്ട് തല നിറയ്ക്കുമ്പോൾ നിനക്ക് നല്ല വ്യക്തിത്വങ്ങളിലേക്ക് വളരാൻ പറ്റും. ആ നല്ല വ്യക്തിത്വം നിന്നെ നല്ല വിദ്യാഭ്യാസമുള്ള മകളാക്കി മാറ്റും. ഇനി വാച്ചിന്റെ അടുത്ത അക്ഷരം WAT. സി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരക്ടർ. വാക്ക് ശരിയാക്കി, ആക്ഷൻ ശരിയാക്കി, തോട്ട് ശരിയാക്കി. ഇനി അത്രയും ശരിയാക്കി കഴിയുമ്പോൾ ഒരു മനുഷ്യന് ശരിയാവുന്ന സാധനമാണ് അവന്റെ ക്യാരക്ടർ, സ്വഭാവം എന്ന് പറയുന്നത്. അത് നമ്മുടെ പല ആവർത്തി മൂലം നമ്മളിൽ വന്നു കയറുന്ന സവിശേഷതകളാണ് ഈ ക്യാരക്ടർ എന്ന് പറയുന്ന സാധനം. നമുക്ക് വേണേൽ മോശമായ ക്യാരക്ടർ ഉണ്ടാക്കാം, നല്ല ക്യാരക്ടർ ഉണ്ടാകാം, എക്സലന്റ് ക്യാരക്ടർ ഉണ്ടാകാം. ഇതിൽ ഏത് ക്യാരക്ടറാണ് നിങ്ങൾക്ക് വേണ്ടി? ഗുഡ് ക്യാരക്ടർ, എക്സലന്റ് ക്യാരക്ടർ, ബാഡ് ക്യാരക്ടർ. ഇത് ഏത് ക്യാരക്ടറാണ് നിനക്ക് വേണ്ടിയേ? ഏതാണ് വേണ്ടിയേ? എക്സലന്റ് വേണമെന്നുള്ളൊരു കൈ വെക്കുകയെ. ഇവിടെ ഇരിക്കുന്ന അപ്പന്മാർ രണ്ടുമൂന്ന് പേരാണ്. കഷ്ടമാട്ടോ നിങ്ങളുടെ കാര്യം.
നിങ്ങൾക്ക് കഷ്ടം. കാരണം ഇവരോട് എക്സലന്റ് പേഴ്സണാലിറ്റി വേണമെന്നൊരു കൈവെക്കാൻ പറഞ്ഞപ്പോൾ ആ സാധനം ഞങ്ങൾക്ക് വേണ്ട. പോട്ടെ, ഗുഡ് പേഴ്സണാലിറ്റി വേണമെന്ന് പറഞ്ഞ ഉള്ളവരോ, ഗുഡ് പേഴ്സണാലിറ്റി വേണം എന്നുള്ളൊരു കൈവെക്കുകയെ. ശരി, ഓക്കെ. ബാഡ് വേണമെന്നുള്ളവരോ? ഇതിനകത്ത് ഇപ്പൊ ഞാൻ എക്സലന്റിനകത്ത് 2-3 പേര് കൈവക്കി, ഗുഡിനകത്ത് ഒത്തിരി പേര് വെക്കി. പക്ഷെ അതിനകത്തും പൊക്കാത്തരിക്കൊണ്ട് അവരിനി എതെങ്ങോട്ട് പോകാണ്ടിരിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ ഇന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ഗുരുഭൂതരും മാതാപിതാക്കന്മാരും ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരു എക്സലന്റ് പേഴ്സണാലിറ്റിയാ. ഒരു എക്സലന്റ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വ്യക്തിത്വത്തിനോട് അങ്ങനെ എക്സലന്റ് ആയി മാറണമെങ്കിലാണ് പറഞ്ഞത് നമ്മുടെ ക്യാരക്ടർ നന്നായിരിക്കണം. ഇനി സി കഴിഞ്ഞ് വരുന്ന വാക്ക് ഏതാണ്? അക്ഷരം ഏതാണ്? എച്ച്. ഇതെല്ലാം ശരിയായി കഴിഞ്ഞാൽ നിന്റെ ഹാർട്ട് ശരിയാവും. ഇല്ലെങ്കിൽ ഹാർട്ട് ഓപ്പറേഷൻ നടത്തേണ്ടി വരും. ഹാർട്ട് ഓപ്പറേഷൻ നടത്തി എല്ലാത്തിനും ശരിയാക്കേണ്ടി വരും. അതുകൊണ്ട് നിന്റെ വാക്ക്, നിന്റെ പ്രവൃത്തി, നിന്റെ ചിന്ത, നിന്റെ ക്യാരക്ടർ ഇത്രയും ശരിയാകുമ്പോൾ ഒരാളുടെ ഹൃദയം ശരിയാകുന്നു. ആ ഹൃദയം ശരിയാകുന്നതോട് കൂടിയാണ് ഒരാളുടെ ജീവിതത്തിൽ എക്സലന്റ് പേഴ്സണാലിറ്റി ഉണ്ടാകുക, അല്ലെ ഗുഡ് പേഴ്സണാലിറ്റി, നല്ല വ്യക്തിത്വം ഉണ്ടാകുക. അപ്പോൾ ഈ നല്ല വ്യക്തിത്വമാണ് ഒരാൾക്ക് നല്ല വിദ്യാഭ്യാസത്തിനുള്ള ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുമ്പോൾ ആദ്യമേ തന്നെ ചിന്തിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എനിക്കൊരു നല്ല വ്യക്തിത്വം വേണം, നല്ല സ്വഭാവം വേണം. ഈ നല്ല സ്വഭാവത്തിലൂടെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തെ വലിയ നേട്ടമാക്കി മാറ്റും. പക്ഷെ നല്ലൊരു സ്വഭാവവും നല്ല വ്യക്തിത്വവും ഇല്ലാതെ എനിക്ക് ഒരിക്കലും വിദ്യാഭ്യാസ കാലഘട്ടം നന്നായിട്ട് ചെലവഴിക്കാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്നേ തീരുമാനിക്കണം, ഞാൻ ഇന്ന് തൊട്ട് ഒരു നല്ല വ്യക്തിത്വ ഉടമയായിരിക്കും. ഇങ്ങനെ നോണ തന്നെ പറയുന്ന പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട്, അല്ലേ? നോണ പറയുന്നവരില്ലേ? നിങ്ങൾക്കും കാണുമല്ലോ അങ്ങനത്തെ ഒരു സ്വഭാവം. ചിലർക്ക് കട്ടെടുക്കുന്ന സ്വഭാവമുണ്ട്, അതങ്ങനെ ഉണ്ടാവും. ചിലർക്ക് ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും 2 എണ്ണം പറഞ്ഞില്ലേ പിന്നെ ഉറക്കമില്ല. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലർ സ്വഭാവം അങ്ങോട്ടും ഞോണ്ടി ഇങ്ങോട്ടും ഞോണ്ടി. ചിലർക്ക് ആരോടെങ്കിലും ഒക്കെ ഇതിനടക്കം തിരിഞ്ഞ് വർത്താനം പറഞ്ഞില്ലേ ഒരു സമാധാനവും ഇല്ല. ചിലർക്ക് സാറന്മാരെയൊക്കെ കാണുമ്പോൾ ഓരോരോ പേരൊക്കെ ഇട്ട് വിളിക്കുക, ഭയങ്കര ഹോബിയാ, അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. ചിലർക്ക് ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പനെ കാണാൻ മേല, അമ്മയെ കാണാൻ മേല, വല്ലാത്ത വിഷമം അവരെ കാണുമ്പോൾ. ഏതാണ്ടൊക്കെ വിഷമങ്ങൾ അവർക്ക്. വീട്ടിൽ കിടന്ന് പിന്നെ കുട്ടക്കരണം പറഞ്ഞ് അവിടെ കിടന്ന പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ച്. ഇതൊക്കെയാണ് സ്വഭാവത്തിന്റെ വൈകല്യങ്ങൾ. ഒരു ഗുഡ് പേഴ്സണാലിറ്റിക്ക് പകരം വൈകല്യം നിറഞ്ഞ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ സ്വഭാവ സവിശേഷതകളൊക്കെ അപ്പൊ നമ്മൾ നോക്കുക. നമുക്ക് ഈ പറയുന്ന സ്വഭാവ സവിശേഷതകൾ ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തീരുമാനിക്കണം, ഈ വിദ്യാഭ്യാസ വർഷത്തിൽ ഞാൻ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു നല്ല കുട്ടിയാവും. അതിന് ഈ തീരുമാനം ഇന്നെടുത്താൽ പോരാ. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ചിന്തിക്കണം, ഇന്ന് എനിക്ക് ഗുഡ് പേഴ്സണാലിറ്റിയോടെ പോകണം. ഈ ഒരു ദിവസം ഞാൻ എൻ്റെ പേഴ്സണാലിറ്റി ഗുഡായിട്ട് തന്നെ നിർത്തും. ഇനി എക്സലന്റ് ചിന്തിച്ചോണം, ഇങ്ങനെ ചിന്തിച്ചോണം, ഈ ദിവസം എൻ്റെ പേഴ്സണാലിറ്റി എക്സലന്റ് ആയിട്ട് ഞാൻ നിലനിർത്തുമെന്ന് തീരുമാനം ഉറപ്പിക്കണം. അങ്ങനെ 365 ദിവസം ഒരു കൊച്ച് തൻ്റെ വ്യക്തിത്വം എക്സലന്റ് ആക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ കുട്ടിയുടെ ജീവിതം എക്സലന്റായി നല്ല പേഴ്സണാലിറ്റി ആയി പോകും. ആ കുട്ടിയെ സംബന്ധിച്ചുള്ള വിജയം സുനിശ്ചിതമാണ്. വിജയത്തിന് പ്രശ്നങ്ങളുമില്ല, വിദ്യാഭ്യാസത്തിന് ഒരു തടസ്സവും ഉണ്ടാവില്ല. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ ആ രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകണം. ഇപ്പൊ ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്?